ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സ്റ്റാർ ഫർണിച്ചർ, കൃഷിഭവന് സമീപം, പെരിങ്ങോം. ബത്തേരി രൂപത സാമൂഹ്യ സേവന വിഭാഗമായ ശ്രേയസ് കാസർഗോഡ് മേഖലയുടെയും പെരിങ്ങോം യൂണിറ്റിന്റെയും ഉദ്ഘാടനം പെരിങ്ങോം ശ്രീ കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്ര പരിസരത്ത് വെച്ച് സംഘടിപ്പിച്ചു. മേഖലാ പ്രോഗ്രാം ഓഫീസർ നളിനാക്ഷൻ വി സ്വാഗതം ആശംസിച്ചു. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം, വയനാട് എന്നീ ജില്ലകളിലും നമ്മുടെ അടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലുമായി 76 യൂണിറ്റുകളും അതുപോലെ തന്നെ 10 മേഖലാ സംവിധാനങ്ങളും 2 ലക്ഷത്തിൽ പരം കുടുംബങ്ങളും 3800-ൽ പരം സ്വാശ്രയ സംഘങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിനും അതുപോലെ തന്നെ ജാതിമത ചിന്തകൾക്കും അതീതമായി ഒരു നവ സമൂഹ നിർമ്മിതി എന്ന ദർശനത്തോടു കൂടി ശ്രേയസ് പ്രവർത്തിച്ചു വരികയാണ്. നമുക്കറിയാം, 1979-ൽ രൂപം കൊണ്ട് ഈ 4.5 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ നമ്മുടെ നാടിൻ്റെ സമസ്ത മേഖലയിലും ഇടപെടാനും അതുപോലെ തന്നെ പാവങ്ങളുടെ കണ്ണീരൊപ്പാനും നമ്മുടെ പാവപ്പെട്ട ജനതയെ സ്വാശ്രയത്വത്തിലേക്ക് നയിക്കാനും ശ്രേയസ് വഹിച്ച പങ്ക് വളരെ വലുതാണ്. ശ്രേയസ് മേഖലാ ഡയറക്ടർ ഡോക്ടർ സാമുവേൽ പുതുപ്പാടി അധ്യക്ഷത വഹിച്ചു. നൂറ്റാണ്ട് മുമ്പ് മലബാർ പ്രദേശത്ത് പാവപ്പെട്ട മനുഷ്യരുടെയും അധസ്ഥിതരായ ജനസമൂഹത്തിൻ്റെയും ഒക്കെ വളർച്ചയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടി കാതോലിക ബാവ ആശയം നൽകി രൂപപ്പെടുത്തി ഇന്ന് പടുവൃക്ഷമായി മാറിയിരിക്കുന്ന ഈ ശ്രേയസ്, അതിൻ്റെ തണലിൽ ഇന്ന് നമ്മൾ കേട്ടതുപോലെ അനേകായിരങ്ങളാണ് ഇന്ന് അഭയം പ്രാപിച്ചുകൊണ്ടിരിക്കുക. ശ്രേയസ് എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ നമ്മൾ കാണുന്നത് പോലെയുള്ള ഒരു NGO എന്ന ഒരു സംഘടനയല്ല. അത് ഈ ഭാരതത്തിൻ്റെ തനതായ മൂല്യങ്ങളെ കാത്തു സംരക്ഷിക്കുന്ന, അതിൻ്റെ സംസ്കാരത്തെ, അതിൻ്റെ യഥാർത്ഥമായ പ്രാഭവത്തെ മുഴുവൻ ലോകത്തിനും പങ്കുവെച്ചു കൊടുക്കുന്ന, മനുഷ്യ സ്നേഹത്തിൻ്റെ വിപുലമായ പ്രവർത്തനങ്ങളെ ഏകീകരിക്കുന്ന, അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു സഭയുടെ, ബത്തേരി രൂപതയുടെ ഒരു സാമൂഹ്യ പ്രസ്ഥാനത്തിൻ്റെ മുഖമാണ് എന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സംഗീത സംവിധായകനും ഗായകനുമായ അനീഷ് പൂന്തോടൻ ഉദ്ഘാടനം നിർവഹിച്ചു. ജാതിഭേദം, മതദ്വേഷം, ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണ്. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ശ്രേയസ് കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട കുട്ടികളെ, നാട്ടുകാരെ, ഒരു ഉദ്ഘാടന പ്രസംഗം ഒന്നും ഉദ്ദേശിക്കുന്നില്ല, അത് പേടിക്കണ്ട. കൂടുതലായിട്ട് എനിക്കൊരു വേദിയിൽ അങ്ങനെ സംസാരിച്ച് വലിയൊരു ശീലമൊന്നുമില്ല. പെട്ടെന്ന് ഞാനിത് ഇവിടെ ഇപ്പോൾ പറയാൻ കാരണം, ഈ ഒരു ഉദ്ഘാടന പരിപാടിക്ക് വേണ്ടി എന്നെ പ്രിയപ്പെട്ട സാബുവേട്ടൻ, അതായത് ജെയിംസ് ജോസഫ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട സാബുവേട്ടൻ എന്നെ ഇവിടത്തേക്ക് ക്ഷണിച്ചപ്പോൾ ഞാൻ ആദ്യം സാബുവേട്ടനോട് പറഞ്ഞത്, കാരണം ഇതൊരു വലിയ ചടങ്ങാണ്. ഒരുപാട് വലിയ വേദികളിൽ പോയി ഞാൻ പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു വലിയ വേദിയിൽ നിന്ന് സംസാരിക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ അതെനിക്ക് എത്രത്തോളം ആണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് മുൻകൂട്ടി ഞാൻ സാബുവേട്ടനോട് പറഞ്ഞു, ഒരു വലിയ പ്രസംഗം നടത്തി ഉദ്ഘാടനം ചെയ്യാനൊന്നും എന്നെ കൊണ്ട് സാധിക്കില്ല. ഞാൻ 1-2 പാട്ട് പാടി ഉദ്ഘാടനം ചെയ്യാം എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട ഫാദറിനോട് ഞാൻ അതായിരുന്നു സംസാരിച്ചത്.
ഞാൻ പാട്ടുപാടി ഉദ്ഘാടനം ചെയ്യാമെന്ന്. കാരണം ശ്രേയസിനെ കുറിച്ച് സത്യം പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കി വരുന്നുള്ളൂ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ മനസ്സിൽ പതിഞ്ഞ 1-2 കാര്യങ്ങളെ കുറിച്ച് മാത്രമേ ഞാൻ ഇവിടെ സംസാരിക്കുന്നുള്ളൂ. അതായത് നമ്മുടെ ഗ്രാമീണ വികസനത്തിന് വേണ്ടി ഉള്ള സംഘ രൂപീകരണവും അതുപോലെ അതിൽ നിന്നുള്ള സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കായുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഒരുപാട് സംഘങ്ങൾ ഇന്ന് സ്വയം തൊഴിൽ ചെയ്ത് വളരെ വലിയ ഉയർന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് കൂടെ എടുത്ത് നാളും കുട്ടി മുറുക്കി നടക്കുന്നതാരാണ് ആരാണ്? ഞാനല്ല പരുത്തല്ല തേരകളല്ല ചെമ്മാനം വാഴണ തൊലയും അങ്ങേ കടലിൽ പള്ളിയുറങ്ങാൻ മൂപ്പര് പോണതാണേ. യൂണിറ്റ് ഡയറക്ടർ റവറൻ ഫാദർ വർഗീസ് താന്നിക്കാക്കുഴി അനുഗ്രഹ പ്രഭാഷണം നടത്തി. നോക്കുമ്പോൾ വളരെ മനോഹരമായ ഒരു പ്രദേശം, ധാരാളം മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന പ്രദേശം, നേരെ മുമ്പിൽ വിശുദ്ധമായ ക്ഷേത്ര പരിസരം. നമ്മുടെ ഈ നാടിൻ്റെ വലിയ സമ്പത്ത് അത് നമ്മുടെ മണ്ണും നമ്മുടെ മരങ്ങളും പരിസ്ഥിതിയും നമ്മുടെ മതങ്ങളും ആചാരങ്ങളും നമ്മുടെ ആത്മീയതയും ഒക്കെയാണ്. ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ സംസ്കാരം അതിൻ്റെ ആധ്യാത്മിക അടിത്തറയാണ്. വിവിധ മതങ്ങൾ ഒരുമിച്ച് വസിക്കുകയും വളരുകയും ചെയ്യുന്ന ഒരു മണ്ണ്. ഫലഭൂയിഷ്ഠമായ മണ്ണ്, അത് വിളയിക്കുന്ന മനോഹരമായ ചെടികളും വൃക്ഷങ്ങളും, അവിടെ നിവസിക്കുന്ന നല്ല ജനസമൂഹം, അവിടെ സഹോദരങ്ങളെ പോലെ പരസ്പരം സഹായിച്ചുകൊണ്ട് പരസ്പരം സംഘപ്രവർത്തനങ്ങളിലൂടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടി, കുടുംബങ്ങളുടെ സമുദ്ധാരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന നല്ല ജനവിഭാഗം. ശ്രേയസ് കണ്ണൂർ മേഖലാ ഡയറക്ടർ റവറൻ ഫാദർ ജോൺ കയത്തിങ്കൽ മുഖ്യ സന്ദേശം നൽകി. ശ്രേയസിൻ്റെ ദർശനം എന്താണെന്നും ശ്രേയസിൻ്റെ പ്രവർത്തന മേഖലകൾ എന്താണെന്നൊന്നും ഞാൻ വിശദമായിട്ട് അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ശ്രേയസ് എന്നുള്ളത് ഒരു പേരല്ല, അതൊരു ദർശനമാണ്, അതൊരു ആശയമാണ്, അതൊരു ജീവിത ശൈലിയാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് ശ്രേയസിൽ അംഗമായിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിത ദൗത്യം. മുൻപേ പ്രസംഗിച്ച എല്ലാവരും സൂചിപ്പിച്ച കാര്യം, ശ്രേയസിൻ്റെ പ്രവർത്തനം കേവലം സാമൂഹ്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കുക എന്നതിലധികമായി അതിനപ്പുറത്തേക്ക് ഒരു മാനുഷിക ദർശനം കൊടുക്കുക എന്നുള്ളതാണ്. പെരിങ്ങോം പോലീസ് സ്റ്റേഷൻ SHO മെൽബിൻ ജോസ് ലഹരി വിരുദ്ധ പ്രതിജ്ഞയ്ക്ക് നേതൃത്വം നൽകി. ലഹരിയുടെയും വഴികളിലൂടെ ഏതൊക്കെ അവസ്ഥയിലേക്ക് പോകുന്നു ഡെയിലി ലൈഫിൽ കാണുന്ന ഒരാളായതുകൊണ്ടും ഈ ഡ്രഗ് ക്യാമ്പയിൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ശ്രേയസ് ഈ കാസർഗോഡ് മേഖലയുടെയും അല്ലെങ്കിൽ നിങ്ങൾ നടത്തുന്ന ഈ ഒരു പരിപാടിയുടെ ഉദ്ദേശം തന്നെ ഒരു സോഷ്യൽ സർവീസിന്റെ രീതിയിൽ ലഹരി എങ്ങനെ തടയാമെന്ന് നിങ്ങളോട് ഞാൻ പറയുന്നതിലുപരി നിങ്ങളുടെ ഓരോ ഡെയിലി ലൈഫിലും നിങ്ങളുടെ ഫാമിലിയിലും നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലും നിങ്ങൾ ഈ ലഹരിയെ പറ്റി കാണുന്ന കാര്യങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സ് ഉപയോഗിക്കുന്നുണ്ടോ എന്നും നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങളുടെ അച്ഛൻ അല്ലെങ്കിൽ നിങ്ങളുടെ പപ്പ ഫ്രണ്ട്സ് അങ്ങനെ ആര് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നിങ്ങളത് മറച്ചു വെക്കുന്നതിന് പകരം നിങ്ങൾ ഏറ്റവും അടുത്തുള്ള ഒരു ഞങ്ങളെപ്പോലുള്ള ഓഫീസർമാരെടുത്തോ അല്ലെങ്കിൽ എക്സൈസിലോ എവിടെ നിങ്ങൾ ഇൻഫർമേഷൻ നിങ്ങൾ പാസ് ചെയ്യാം. ഒരു ദിവസം ഇതേ നിങ്ങൾ സമൂഹത്തിന്റെ ആ നിരതാരിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ അവരുടെ ജീവിതം രക്ഷപ്പെടാം, ചിലപ്പോൾ ഒരു ലൈഫ് ആക്ഷൻ ഉൾപ്പെടെയുള്ള
നിയമവിരുദ്ധ ലഹരി പദാർത്ഥങ്ങൾ സമൂഹത്തെ തകർക്കുന്ന മാരക വിപത്താണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ലഹരിയോടുള്ള ആസക്തി വയ്ക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായി നശിപ്പിക്കും എന്നും ഞാൻ മനസ്സിലാക്കുന്നു. ശ്രേയസ് സോണൽ മാനേജർ സാജൻ വർഗീസ്, കണ്ണൂർ മേഖലാ പ്രോഗ്രാം ഓഫീസർ റിൻഡോ മാത്യു, പെരിങ്ങോം യൂണിറ്റ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ തച്ചനങ്ങോട്, പെരിങ്ങോം യൂണിറ്റ് CDO രാഗിണി ബിജു എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. പെരിങ്ങോം യൂണിറ്റും പുതുതായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതിനി മുതൽ നേതൃത്വം കൊടുക്കുന്ന അതിൻ്റെ ശക്തരായ സാരഥികളെയും അതിലണിചേരുന്ന പ്രിയപ്പെട്ട അംഗങ്ങളെയും കുടുംബാംഗങ്ങളെയും കുട്ടികളെയും എല്ലാം അഭിനന്ദിക്കാൻ ഞാൻ ഈ വേദി ആദ്യമേ ഉപയോഗിക്കുകയാണ്. നമ്മൾ ഇന്ത്യക്കാർ ഏറ്റവും അഭിമാനത്തോടെ ലോക ജനതയ്ക്ക് മുമ്പിൽ ഉയർത്തിക്കാട്ടുന്ന സിംബൽ എന്താണെന്ന് ചോദിച്ചാൽ അത് ഈശ്വര ചൈതന്യമാണ്. അമ്പലത്തിലെ ഓങ്കാര ശബ്ദത്തിലൂടെയും മോസ്കുകളിലെ വാങ്കുവിളികളിലൂടെയും പള്ളികളിലെ പ്രാർത്ഥനാ മന്ത്രങ്ങളുടെയും കടന്നു വരുന്ന ഈശ്വര ചൈതന്യം. ആ ഈശ്വര ചൈതന്യമാണ് ശ്രേയസ് എന്ന പ്രസ്ഥാനം നമ്മളെ എല്ലാവരെയും ഒന്നിച്ച് ഈ മനോഹരമായ ക്ഷേത്രത്തിൻ്റെ അങ്കണത്തിൽ ഇരുത്തിയിരിക്കുന്നത്. ഞാൻ നേരത്തെ തന്നെ പിള്ളേരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പത്രം വായിക്കുമ്പോൾ മറ്റൊന്നും വായിച്ചില്ലെങ്കിലും പത്രത്തിലെ കാഴ്ചപ്പാട് പേജ് ഒന്ന് വായിക്കണം. മനോരമ ദിനപത്രമാണ്. കാഴ്ചപ്പാട് പേജ് വായിക്കണമെന്ന് പറയുന്നുണ്ട്. അതിലുള്ള എഡിറ്റോറിയലും അതിലുള്ള മറ്റ് ലേഖനങ്ങളും ഒക്കെ വായിക്കണമെന്ന് പറയുന്നു. അപ്പോൾ ഓരോ പത്രവും എടുത്ത് മടക്കി വെക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളതനുസരിച്ച് ഈ കാഴ്ചപ്പാട് പേജ് എടുത്തൊന്ന് മറിച്ച് നോക്കുക. ഞാൻ മനസ്സിലാക്കുന്നത് ഏപ്രിൽ 1 കാഴ്ചപ്പാട് പേജ് എടുത്ത് അവളുടെ കുഞ്ഞാങ്ങളേക്ക് ഉറക്കെ വായിച്ചു കൊടുക്കുകയാണ്. എന്താണ് സഹതാപം, എന്താണ് സഹാനുഭൂതി, എന്താണ് സഹജാവബോധം, എന്താണ് കരുണയം. മേഖലാ പ്രോഗ്രാം ഓഫീസർ ഷാജി മാത്യു നന്ദി രേഖപ്പെടുത്തി. തുടർന്ന് കലാസന്ധ്യയും അരങ്ങേറി. ശ്രേയസിന്റെ കാസർഗോഡ് മേഖലയുടെ ആദ്യ മേഖല ഡയറക്ടർ ബഹുമാനപ്പെട്ട റവറൻ ഫാദർ ഡോക്ടർ സാമുവൽ പുതുപ്പാടി അവരുടെ ശ്രേയസ് കാസർഗോഡ് മേഖലയുടെ ശ്രേയസ് പെരിങ്ങോം യൂണിറ്റിന്റെ എല്ലാവിധ ആശംസകളും നന്ദിയും ഈ വേദിയിൽ ഞാൻ സമർപ്പിക്കുകയാണ്. നമുക്ക് ഈ വേദിയിൽ ഉദ്ഘാടനം തന്ന ഈ പ്രദേശത്തിന്റെ അതിനേക്കാളുപരി ഈ നാടിന്റെ അനുഗ്രഹീത കലാകാരൻ ബഹുമാനപ്പെട്ട ശ്രീ അനീഷ് പൂന്തോടൻ അവറുകൾ, അദ്ദേഹം തന്റെ പാട്ടിലൂടെ എവിടെയുമില്ലാതെ ആർക്കും ഒരു അവസരങ്ങളും ഉണ്ടാക്കാത്ത രീതിയിൽ നിലവിളക്ക് കൊടുത്താതെ എല്ലാവരുടെയും ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാനപ്പെട്ട അനീഷ് പൂന്തോടൻ അവറുകളെ എല്ലാവരുടെയും നാമത്തിൽ ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. പ്രണവാലയ പരിപാലയ പരമേശി കമലാലയ ശ്രീദേവി. മാതൃഹൃദയത്തിലെ വാത്സല്യഭാവം കാണാതെ പോകാൻ സഹൃദയനാകില്ല. ഉണ്ണിയെ അത്രയേറെ അവർ സ്നേഹിച്ചു. നിറകണ്ണുകളുണ്ട്. പൂതമുണ്ണിയെ അമ്മയ്ക്കൊപ്പം യാത്ര അയച്ചപ്പോൾ ആ കണ്ണിൽ നിന്നും ഊർന്നിറങ്ങിയ കണ്ണിൽ നിന്നും വാത്സല്യവും സ്നേഹവും. വിശ്വസ്തതയുടെ വിപ്ലവം തീർത്ത് ഉത്തരവാദിത്വത്തിൻ്റെ ഉശിരോടെ അത്യാധുനിക ഡിസൈനുകളിലും വൈവിധ്യവുമാർന്ന വുഡ് ഫർണിച്ചറുകൾ. മനം മയക്കുന്ന ഡിസൈനുകളിൽ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാനും സ്വന്തമാക്കി സ്വപ്നം സാക്ഷാത്കരിക്കുവാനും നക്ഷത്രത്തിളക്കത്തോടെ നിങ്ങളുടെ സ്വന്തം ഫർണിച്ചർ ഷോറൂം സ്റ്റാർ ഫർണിച്ചർ, കൃഷിഭവന് സമീപം, പെരിങ്ങോം. 10,000 രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസുകൾക്ക് ഹോം ഡെലിവറി സൗകര്യം. ഫർണിച്ചറുകൾക്ക് ഈസി ലോൺ സൗകര്യം. മറ്റെങ്ങും കാണാത്ത ഓഫറുകൾ. എല്ലാ ഞായറാഴ്ചകളിലും അവധി ദിവസങ്ങളിലും തുറന്നു പ്രവർത്തിക്കുന്നു. സ്റ്റാർ ഫർണിച്ചർ ഷോറൂം, കൃഷിഭവന് സമീപം, പെരിങ്ങോം. ഫോൺ 984727
4367. സ്റ്റാർ ഫർണിച്ചർ ഷോറൂം, കൃഷിഭവന് സമീപം, പെരിങ്ങോം.